അങ്ങനെ ഞങ്ങൾക്ക് വേറൊരു കൈകൊട്ടി കളി ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ കളിക്കുന്നില്ല, പക്ഷേ ദേവതള്ള ടീം എല്ലാവരും കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏച്ചി എന്നെ വിളിച്ചിട്ടായിരുന്നു നമുക്ക് റിബൺ സെറ്റ് ചെയ്യാൻ. അങ്ങനെ ഞാനായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം റിബൺ സെറ്റ് ചെയ്തത്. അങ്ങനെ ഈ പ്രാവശ്യം ഞാനും ഏച്ചി എല്ലാവരും കൂടെ കുതിരുന്നുണ്ട്. 40 ആക്കുള്ള റിബണായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം സെറ്റ്, പക്ഷേ ഈ പ്രാവശ്യം അത്ര ഇല്ലായിരുന്നു. അങ്ങനെ റിബണൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ലിസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞ് ഞങ്ങൾ പോവാണ് ഗൈസ്. 11:30 ആയിപ്പോയി. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് തുടങ്ങി. രാവിലെ തന്നെ ഇവർ വന്നിട്ട് കുരുത്തോല വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുത്തിനൊക്കെ കുരുത്തോല മുറിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കയറി. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഏറ്റവും വലിയൊരു പണി കിട്ടി ഗൈസ്. ഓറിയൻറ്റേഷൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഞാൻ കമ്മ്യൂണിറ്റി എഴുതി കൊടുത്തു. കമ്മ്യൂണിറ്റീൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഓറിയൻറ്റേഷൻ. അത് ഞാൻ സാധനം കൂടെ അത് പ്രിൻ്റ് എടുക്കാൻ വേണ്ടി പയ്യലിൽ പോവാണ്. അങ്ങനെ എങ്ങനെയൊക്കെ പ്രിൻ്റ് എടുത്തത് സെറ്റാക്കി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ സാധനം കൂടെ പപ്സും ലാംഗ്വേജ് കഴിഞ്ഞ് രാത്രി ഒറ്റപ്പരം ഞാനും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ കയറിയപ്പോൾ തൊട്ട് ഫുൾ ഓണായിരുന്നു ഗൈസ്. അതിനിടയ്ക്ക് കുറേ പാട്ട് ഡാൻസ് പറഞ്ഞു. അതിനിടയ്ക്ക് പാട്ടിൻ്റെ കാര്യം അറിയാണ്ട് വെറുതെ എന്തൊക്കെയോ പാടുപെട്ടിരുന്നു കാണുന്നത്. അത് കഴിഞ്ഞ് അവിടെ എത്തി സ്കൂളിൽ ഡാൻസ് പുറത്ത് കാണുമ്പോൾ സത്യം നല്ല രസമുണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് തിരിയുന്നത്. അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ ബസ്സിൽ കയറിയിട്ട് ഫുൾ ഓണാണ്. എത്ര പരിപാടി കഴിഞ്ഞാലും ആർക്കും ഒന്നും ഒരു പ്രശ്നമില്ലാത്ത കളയെന്ന് എല്ലാവരും കളിച്ചു.